ടേസ്റ്റ് ഇന്ത്യ മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ആറ്റുവാള ഗ്രില്ല് ചെയ്തെടുക്കാം. അവൻ്റെ ആ ഭംഗിയുണ്ടോ? 3.5 കിലോ ഉള്ള ഒരു ആറ്റുവാളയാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യമായിട്ട് അവനെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് പിന്നെ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് മാറ്റണ്ട, അതിൻ്റെ അകത്തെ ഈ വേസ്റ്റൊക്കെ ഒന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് മുകൾ ഭാഗത്തുനിന്ന് അകത്തേക്കൊന്ന് കീറിയിട്ട് ആ വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയെടുക്കാം. എന്നിട്ട് നമ്മുടെ അതിൻ്റെ ചിറക് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ചിറക് മാത്രം വെട്ടിയാൽ മതി, വാലൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ചിറകുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി പിന്നെ ഈ മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചെറിയ ചെറിയ കീറലുകൾ ഇട്ട് കൊടുക്കാം. വര പോലെയുള്ള കീറലുകൾ. മസാല നന്നായിട്ട് നമ്മുടെ ഫിഷിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ചെല്ലണം. അതിന് വേണ്ടിയിട്ടാണ്. ഒരു 3 നാരങ്ങ കട്ട് ചെയ്ത് മാറ്റാം. നല്ല നാരങ്ങ 3 എണ്ണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 3 സ്പൂൺ. നാരങ്ങ നീര് അതിലേക്കൊന്ന് ചേർക്കാം. ആ 3 നാരങ്ങയുടെ നീര് അതിലേക്കൊന്ന് ചേർക്കാം. വിനാഗിരി 2 സ്പൂൺ. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. ഒരു 2 സ്പൂൺ മതി. അപ്പോൾ ഈ മിക്സ് നമുക്ക് നന്നായിട്ട് മീനിൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കണം. ആ കീറലുകളിലൊക്കെ തേച്ച് പിടിപ്പിച്ച് അകത്തും പുറത്തും ഒക്കെ ആ മിക്സ് തേച്ച് പിടിപ്പിച്ച് അകത്തെ ആ കീറലുകൾക്കകത്തൊക്കെ ഈ മസാല ഒന്ന് ചെല്ലണം. എന്നിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ആ ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 100 ഗ്രാം വറ്റൽ മുളകൊന്ന് വറുത്തെടുക്കണം. തിളയ്ക്കുന്ന എണ്ണയിലേക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവറോ എന്തായാലും മതി. നമുക്കൊന്ന് വറുത്തെടുക്കാം. അത് കഴിഞ്ഞ് ഒരു പിടി കറിവേപ്പില ആ എണ്ണയിൽ തന്നെ നമുക്ക് വറുത്തെടുക്കണം. പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് വറുത്തെടുക്കണം. അതും നമുക്കിങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മൾ ഇത് രണ്ടും നമുക്ക് മിക്സിയിൽ നന്നായി അടിച്ച് പൊടിച്ച് റെഡിയാക്കി എടുക്കണം. പിന്നെ 1 ലിറ്റർ തൈര് എടുത്ത് അത് ഈ തോർത്തിലൊന്ന് കെട്ടി എവിടെയെങ്കിലും ഒന്ന് തൂക്കിയിടുക. അപ്പോൾ അതിൻ്റെ ആ വെള്ളമൊക്കെ ഊർന്നു പോയിട്ട് ഡ്രൈ ആയി അത് ഈ വെണ്ണ മാതിരി ഈ രൂപത്തിൽ കിട്ടും. അത് നമുക്ക് ഈ നമ്മുടെ മിക്സിയിൽ അടിച്ചെടുത്ത വറ്റൽ മുളകിനോടൊപ്പം കറിവേപ്പിലയോടൊപ്പം ചേർത്ത് ഇളക്കിയെടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. എന്ന് പറയുമ്പോൾ ഒരു 2 സ്പൂൺ. അതിന് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നമ്മുടെ ഈ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്ന ചാട്ട് മസാല എന്ന് പറയുന്ന ആ മസാല ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കണം. അതൊരു 4 സ്പൂൺ ചാട്ട് മസാല. നമുക്ക് മാർക്കറ്റുകളിലൊക്കെ കിട്ടും ചാട്ട് മസാല 4 സ്പൂൺ. കുരുമുളക് പൊടി, ഉണങ്ങിയ കുരുമുളക് പൊടിച്ചെടുത്തത് 1 സ്പൂൺ. വെളിച്ചെണ്ണ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ 2 തവി വെളിച്ചെണ്ണ. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇളകി ചേരട്ടെ എല്ലാം കൂടെ. അതിലേക്ക് വിനാഗിരി 2 സ്പൂൺ ചേർത്ത് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വിനാഗിരി കൂടെ ചേർത്ത്
ആ മിക്സർ നന്നായിട്ട് നമ്മൾ ഇളക്കിയെടുത്ത ആ ഒരു മിശ്രിതം അവിടെ മാറ്റി വെക്കുക. അതൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ അവിടെ. അടുത്തായിട്ട് നമുക്ക് സിൽവർ പേപ്പർ, മാർക്കറ്റുകളിൽ കിട്ടുന്നതാണ് ഈ സിൽവർ പേപ്പർ. അത് ഈ ഫിഷിൻ്റെ വലിപ്പം അനുസരിച്ച് നീളം നമ്മൾ കീറിയെടുത്താൽ മതി. കാരണം ഫിഷ് നമ്മൾ കട്ട് ചെയ്യാതെ ഒന്നായിട്ടാണല്ലോ ഡ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വലിപ്പം അനുസരിച്ച് 2 ലെയറായിട്ട് സിൽവർ പേപ്പർ വയ്ക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഫിഷ് ചെറിയൊരു മസാല കൂട്ടിനകത്ത് ഇളക്കി വെച്ചിരിക്കുന്ന ഫിഷ് എടുത്ത് നന്നായിട്ടൊന്ന് ഞെക്കി അതിൻ്റെ ആ കുറച്ച് വെള്ളമൊക്കെ അങ്ങോട്ട് പോട്ടെ. അതിന് ശേഷം നമ്മളിപ്പോൾ രണ്ടാമത് തയ്യാറാക്കിയ ആ ഒരു മിക്സ് ഫിഷിൻ്റെ എല്ലാ ഭാഗത്തും അകത്തും പുറത്തും ഒക്കെ, കാരണം ഇതിലാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോകുമ്പോൾ ഉള്ള ആ ഒരു മസാലക്കൂട്ടാണിത്. അകത്തും പുറത്തും ഒക്കെ തേച്ച് പിടിപ്പിക്കുക. ആ ഇറച്ചിയിൽ, ആ മീനിൻ്റെ ആ ഇറച്ചിയിൽ നന്നായിട്ട് അങ്ങോട്ട് അത് ചേരട്ടെ. അത് തുറന്ന് വെച്ച് ആ തേച്ച് അത് മാറ്റി മീനടച്ച് പുറത്തുമൊക്കെ നന്നായിട്ട് തേച്ചതിന് ശേഷം നമ്മുടെ ആ ഫിഷ് കൂട്ടനെ അങ്ങനെ നമ്മുടെ ആ സിൽവർ പേപ്പറിൻ്റെ മുകളിലേക്ക് നമ്മൾ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ 3.5 കിലോ വരുന്ന ആറ്റുവാള നമ്മൾ ഗ്രില്ല് ചെയ്യണത്. അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ സിൽവർ പേപ്പർ കൊണ്ട് കവർ ചെയ്യാൻ പോവുകയാണ്. ഈ ഫിഷിൻ്റെ ഒരു ഭാഗവും പുറത്ത് കാണാൻ പറ്റാത്ത രീതിയിൽ ഈ സിൽവർ പേപ്പർ കൊണ്ട് നന്നായിട്ട് ഈ ഫിഷിനെ കവർ ചെയ്തെടുക്കണം. ഫിഷിൻ്റെ ഒരു ഭാഗവും പുറത്ത് കാണരുത്. അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയാണ്. ചിരട്ട അതിൽ കർപ്പൂരം വെച്ച് കത്തിച്ച് ആ ചിരട്ടയിലേക്ക് തീ പിടിപ്പിക്കുകയാണ്. കത്തി വരട്ടെ. നല്ല ഫ്ലെയിമിലാണ് നമ്മളത് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോകുന്നത്. തീ നേരിട്ട് ഈ ഫിഷിലേക്ക് ചെല്ലാൻ പാടില്ല. അതിൻ്റെ ആ ചൂട് മാത്രമേ ചെല്ലാൻ പാടുള്ളൂ. കരിക്കട്ട, നമുക്ക് ആവശ്യത്തിനുള്ള കരിക്കട്ട, ഈ ചൂട് കിട്ടാൻ വേണ്ടി നമുക്ക് അറിയാമല്ലോ, അതിന് വേണ്ടിയുള്ള കരിക്കട്ട ഇട്ട് കൊടുക്കുക. അതിൻ്റെ ആ തീ ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ അതിൻ്റെ ആ ചൂട് കിട്ടത്തക്ക രീതിയിൽ കരിക്കട്ട നീക്കി പുതുതായിട്ട് എണ്ണ ഇട്ട് കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയൊക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ചൂട് നന്നായിട്ട് വന്നു തുടങ്ങി. അങ്ങനെ ഫ്ലെയിം മാത്രമായി മാറട്ടെ. പിന്നെ ഫ്ലെയിം ഒന്ന് അടങ്ങണം. അപ്പോഴേ ആ ചൂട് മാത്രം ഇങ്ങനെ ഈ രൂപത്തിലാവണം. ഫ്ലെയിം വേണ്ട, ചൂട് മാത്രം മതി നമുക്ക്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇരുമ്പ് നെറ്റ് അതിൻ്റെ വലിപ്പം അനുസരിച്ച് വെച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഫിഷ് ഒന്നാകെ അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഫ്ലെയിമിൽ നിന്ന് ചൂട് ഇങ്ങോട്ട് വരണം. അതിന് വേണ്ടി നമുക്ക് വീശി കൊടുക്കണം, എങ്കിലേ പറ്റുള്ളൂ. ആ കനൽക്കട്ട ജ്വലിച്ച് അതിൻ്റെ ആ ചൂട് മുകളിലേക്ക് കയറി വരണം. സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ വലിയ രീതിയിൽ ചെയ്യുന്ന സംഭവമാണ്. നമ്മൾ നിസ്സാരമായിട്ട് ചെയ്യുകയാണ്. ടേസ്റ്റ് ഇന്ത്യ മലയാളി. വീശി കൊടുക്കാം. ഒരു സൈഡ് വെന്ത് കുറച്ചായി കഴിയുമ്പോൾ നമ്മളതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ പോവുകയാണ്. മറുഭാഗം അതുപോലെ വരണം. ഫ്ലെയിം നമുക്ക് വേണ്ട, ചൂട് മാത്രം മതി. വെന്ത് തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും അതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് എങ്ങനെയുണ്ടെന്ന്. കുഴപ്പമില്ല, വെന്ത് തുടങ്ങി. അപ്പോൾ ഈ വെള്ളം, അതിൻ്റെ ആ മസാലക്കൂട്ടിൽ നിന്ന് വെള്ളം വരുന്നുണ്ടെങ്കിൽ അതൊന്ന് തട്ടി മാറ്റി കൊടുക്കണം. അതങ്ങനെ പതുക്കെ മീൻ ഇളകരുത്, പതുക്കെ. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഒരു നെറ്റ് കൂടി വെച്ച് പതുക്കെ ഒന്ന് അമർത്തി കൊടുത്ത് നമ്മളത് തിരിച്ചിടാൻ പോവുകയാണ്. ഒന്നാകെ ആ ഫിഷിനെ നമ്മൾ തിരിച്ചിടാൻ പോകും. തിരിച്ച് അടിഭാഗം അങ്ങോട്ട് ആ ചൂടേറ്റ് ഒന്ന് വേഗം വെന്ത് വരട്ടെ. പതുക്കെ സിൽവർ പേപ്പർ നമുക്കിങ്ങ് മാറ്റിക്കഴിഞ്ഞ് മസാലയൊക്കെ ഒന്ന് ഇളകിയിട്ടുണ്ടെങ്കിൽ അത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ആ വരകളിലുമൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ട് വീണ്ടും ഗ്രില്ല് മുകളിൽ വയ്ക്കുക. വീണ്ടും നമ്മൾ തിരിച്ചിടാൻ പോവുകയാണ്.
ഇതാ പതുക്കെ ഒഴിച്ചു. ഓക്കെ, അപ്പോൾ ഫിഷിൻ്റെ 2 സൈഡും വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഇപ്പോൾ ഏകദേശം വെന്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സിൽവർ പേപ്പർ അതിൻ്റെ മുകളിൽ വെച്ച് ഇനി സിൽവർ പേപ്പറിലേക്ക് നമ്മുടെ ഈ ആറ്റുവാള, ഗ്രില്ല് ചെയ്ത ആറ്റുവാള ഇതാ പതുക്കെ ഇറങ്ങി വരികയാണ്. ഇതാ വളരെ പതുക്കെ ഇതാ ആറ്റുവാള റെഡി. അപ്പോൾ നമുക്ക് ഈ ആറ്റുവാള ഗ്രില്ലിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നാരങ്ങ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്ത് ആ രുചിക്കുട്ടൻ്റെ പുറത്തേക്ക് അവനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. തക്കാളി അതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്ത് അപ്പം മല്ലിയിലയൊക്കെ വെച്ച് രുചിയൂറുന്ന ആ ഒരു അടിപൊളി റെസിപ്പി, സ്റ്റാർ ഹോട്ടലുകളുടെ റെസിപ്പി ടേസ്റ്റ് ഇന്ത്യ മലയാളി ഗ്രൂപ്പ് നമ്മുടെ വീടുകളിൽ ചെയ്യാനുള്ള നിസ്സാരമായി ചെയ്യുന്ന രീതിയിലൂടെ നമ്മൾ ചെയ്ത് കാണിക്കുന്നത്. ആറ്റുവാളക്കുട്ട നിൻ്റെ മണം അടിച്ച് നമ്മുടെ ടേസ്റ്റ് ഇന്ത്യ മലയാളി ഗ്രൂപ്പിൻ്റെ പ്രവർത്തകരിങ്ങനെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇതാ വന്നു കഴിഞ്ഞ് എല്ലാവരും. തീർന്നിടാ മോനെ ആറ്റുവാളെ, 10 മിനിറ്റ് കൊണ്ട് നിൻ്റെ കാര്യം തീർന്നു. സൂപ്പർ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പം മറക്കണ്ട, നമ്മുടെ ചാനലിൻ്റെ പേര് ടേസ്റ്റ് ഇന്ത്യ മലയാളി.